ഹായ് ഹലോ, ഇന്ന് നമുക്ക് കുട്ടികളെ വീട്ടിൽ തന്നെ പിടിച്ചിരുത്താൻ പറ്റിയൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ബ്രോസ്റ്റഡിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു മീഡിയം സൈസിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര പോരും ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കിന്നുള്ള ചിക്കനായിരിക്കും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ചിക്കനിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന മസാലകളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മസാല തയ്യാറാക്കിയെടുക്കുക നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. എന്താ പറയുക, നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുന്ന അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക ഒരു മണം കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ബ്രോസ്റ്റഡിന്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ മസാല ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ ചിക്കനിലോട്ടേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാ ചിക്കൻ മസാല പൗഡർ ഉണ്ടാവില്ലേ, അപ്പോൾ അതും 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതൊരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ അത് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് വിനീഗറാണ്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് മൊത്തത്തിലൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മസാലകളൊക്കെ ചിക്കനിലേക്ക് നല്ല പോലെ ആവും വരെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു 20 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. ആ ഒരു ടൈമിൽ ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദാ മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദാ മാവിന് 1/2 കപ്പ് കോൺഫ്ലവർ എന്ന പോലെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല പൗഡർ, കുറച്ച് ഉപ്പ് പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ബൗളെടുത്ത് അതിൽ നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, പച്ചവെള്ളം. അപ്പോൾ നമ്മുടെ 2 ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. വെള്ളവും നമ്മുടെ എന്താ പറയുക മൈദാമാവും എന്താ പറയുക കോൺഫ്ലവറും കൂടിയിട്ടുള്ള ഒരു കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചിക്കന് ഒന്ന് തുറന്ന് നോക്കാം. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് 3 ഐറ്റംസും ഒന്നിച്ച് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ 3 ഐറ്റംസും ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ചിക്കൻ എടുത്ത് നമ്മുടെ മൈദാമാവ് കോട്ടിലൊന്ന് നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കുക. ഇനി നമ്മുടെ പച്ചവെള്ളത്തിലിട്ടതിന് ശേഷം വീണ്ടും ആ മൈദാമാവിൽ തന്നെ വീണ്ടും മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പോലെ പ്രസ്സാക്കിയിട്ട് ഇങ്ങനെ നല്ല പോലെ ഒന്ന് കുടഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക നല്ല ലെയർ പോലെ എന്താ പറയുക നമ്മുടെ KFCയിലൊക്കെ ഉണ്ടാകുന്ന പോലെ നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നല്ല പോലെ പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നല്ല പോലെ ഒന്ന് കൊട്ടിക്കൊടുക്കണമെന്ന് അറിയുന്നത്. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ അപ്പോൾ എല്ലാ ഇതും ഇതുപോലെ ഒരു പ്രാവശ്യം മൈദാമാവിൽ മുക്കി, പിന്നെ വെള്ളത്തിൽ മുക്കി, പിന്നെ മൈദാമാവിൽ മുക്കി, അങ്ങനെ എല്ലാ ഇതും ഇതുപോലെ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എണ്ണയിലിടുന്ന അത്രയും പാകത്തിന് ഉണ്ടാക്കി വെക്കുക. പിന്നെ വീണ്ടും എണ്ണയിലിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് വീണ്ടും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്നിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് പോയിട്ട് കിട്ടും. അപ്പോൾ ക്രിസ്പിനെസ് നല്ല പോലെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ മൈദാമാവിൽ മുക്കിയെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ എണ്ണയിൽ ഇടുന്ന ഈ ഒരു രീതിയാണ് നമ്മുടെ എന്താ പറയുക ബ്രോസ്റ്റഡിനായാലും KFCക്കായാലും എല്ലാത്തിനും ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ആക്കിയിട്ട് നോക്കണം കേട്ടോ. പിന്നെ നല്ല തിളച്ച എണ്ണയിലേക്ക് ഞാൻ ഈ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ
ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഒരു ബ്രൗൺ നിറമാവുമ്പം എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ചിക്കന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ കുട്ടികൾക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിച്ചു കൊടുത്ത് വയറൊന്നും കേടാക്കരുത് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ബ്രോസ്റ്റഡ് വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളി മണമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.